നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഒരുക്കത്തിലാണ്. BJP കൃത്യമായി പദ്ധതി ഇട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ ഒരു സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞത് പ്രധാനമായും ക്രൈസ്തവ വോട്ടുകൾ നേടിയാണ്. BJPയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള അകലം പതിയെ കുറഞ്ഞു വരികയാണ്. ബിഷപ്പുമാരും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഒരു ക്രിസ്ത്യാനിയായ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നു. PC ജോർജും മകനും BJP നേതാക്കളാവുന്നു. ഷോൺ ജോർജും അനൂപ് ആന്റണി ജോസഫും കേരളത്തിലെ പ്രമുഖ നേതാക്കളാവുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ക്രൈസ്തവ സഭയും BJPയും തമ്മിലുള്ള ബാന്ധവം ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ പിന്തുണയോടെ BJP വലിയ നേട്ടം കൈവരിക്കും എന്ന അവസ്ഥ രൂപപ്പെട്ടു. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് കയറിയപ്പോൾ സ്ഥിതിഗതികൾ അടിമുടി മാറുന്നു. മണിപ്പൂർ കലാപവും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമൊക്കെ എങ്ങനെയാണോ BJPയെയും ക്രൈസ്തവരെയും അകറ്റിയത്, അതിനേക്കാൾ ശക്തമായ മറ്റൊരായുധം മൂർച്ച കൂട്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നു. ക്രൈസ്തവ സഭ നേതാക്കൾ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. സംഭവം FCRA രജിസ്ട്രേഷൻ ഭേദഗതി നിയമമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്റ്റാണ് FCRA നിയമം. ഈ നിയമം അനുസരിച്ചാണ് വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലെ സംഘടനകൾക്ക്, അത് സൊസൈറ്റികളാവട്ടെ NGOകളാവട്ടെ രജിസ്റ്റേർഡ് സംഘടനകൾക്ക് പണം എത്തുന്നത്. അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും പണം സ്വീകരിക്കാൻ കഴിയില്ല. FCRA രജിസ്ട്രേഷൻ നേടാൻ നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. അങ്ങനെ FCRA രജിസ്ട്രേഷൻ കിട്ടുന്നവർക്ക് വിദേശത്തു നിന്ന് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി പണം കൊണ്ടുവരാം. മോദി സർക്കാർ 2014 ചുമതലയേൽക്കുന്നത് വരെ ഏറ്റവും അധികം ദുരുപയോഗിച്ചിരുന്ന ഒരു നിയമമായിരുന്നു FCRA. ആർക്ക് വേണമെങ്കിലും കൈക്കൂലി കൊടുത്താൽ FCRA രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു. രാഷ്ട്രീയക്കാർക്കും ഡൽഹിയിലെ ഉദ്യോഗവൃന്ദത്തിനുമൊക്കെ കൈക്കൂലി കൊടുത്ത് ആയിരക്കണക്കിന് FCRA രജിസ്ട്രേഷനുകൾ പലരും എടുക്കുകയും ശതകോടികൾ അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ എത്തിയ പണം ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മോദി അധികാരത്തിലെത്തിയതോടെ നിയന്ത്രണം കടുപ്പിച്ചു. ഏതാണ്ട് 21,000-ഓളം FCRA രജിസ്ട്രേഷനുകൾ റദ്ദായി. ഇപ്പോൾ ആകെ രാജ്യത്തുള്ളത് ഏതാണ്ട് 15,000-ഓളം FCRA രജിസ്ട്രേഷൻ മാത്രമാണ്. മാത്രമല്ല, കഠിനമായ നിയമങ്ങളാണ് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ. FCRA രജിസ്ട്രേഷനുള്ള എല്ലാ സ്ഥാപനങ്ങളും ഡൽഹിയിൽ അക്കൗണ്ട് തുറക്കണം. ഒരേ ഒരു ബാങ്കിലേക്കാണ് എല്ലാവരും പണം എത്തിക്കേണ്ടത്. അവിടെ നിന്നാണ് അതാത് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നത്. മാത്രമല്ല, ശക്തമായ പരിശോധനകൾ, നിയമ നടപടികൾ ഒക്കെ നടപ്പിലാക്കി. ഇതിന് ലക്ഷ്യം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ജോർജ് സോറാസിനെ പോലുള്ളവർ പണം കൊടുക്കുന്നതും ഇസ്ലാമിക ഭീകരവാദികൾ പണം കൊടുക്കുന്നതുമൊക്കെ ഇത്തരത്തിൽ വിദേശ ഫണ്ടിങ്ങിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞാണ്. ക്രൈസ്തവ സഭകളാണ് ഏറ്റവും അധികം ഫണ്ട് സ്വീകരിച്ചിരുന്നത്. KP യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ച് ഒരു വർഷം ഏതാണ്ട് 3,000-ഓളം കോടി രൂപ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ എത്തിച്ചിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. ബിലീവേഴ്സ് ചർച്ചിൻ്റെതടക്കം അനേകം FCRA ലൈസൻസുകൾ ഈ കാലയളവിൽ റദ്ദായി. ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഖത്തർ ഫണ്ടിങ്ങും സൗദി ഫണ്ടിങ്ങുമായിരുന്നു. ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ശതകോടികളാണ് രാജ്യത്തേക്ക് എത്തിയത്. ഇതെല്ലാം നിയന്ത്രിച്ചതോടെ നിരവധി അസ്വസ്ഥതകൾ രൂപപ്പെട്ടെങ്കിലും രാജ്യസുരക്ഷയെ കരുതി ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. നിയമപരമായി മാത്രം വിദേശ ഫണ്ട് എത്തിയാൽ മതി എന്ന മോദി സർക്കാരിൻ്റെ നിലപാടിനെ രാജ്യസ്നേഹികൾ അംഗീകരിച്ചു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ആശങ്കാജനകമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. FCRA രജിസ്ട്രേഷൻ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കർശനമായ ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സംശയാസ്പദമാകുന്നു. ഒരു FCRA രജിസ്ട്രേഷൻ റദ്ദു ചെയ്താൽ ആ FCRA ഫണ്ട് കൈപ്പറ്റിയ സ്ഥാപനങ്ങൾ തന്നെ പിടിച്ചെടുക്കാൻ സർക്കാരിന് അനുമതി നൽകുന്ന തരത്തിലാണ് പുതിയ നിയമ ഭേദഗതി. പള്ളികളും ആരാധനാലയങ്ങളും പോലും പിടിച്ചെടുക്കപ്പെടും എന്ന ആശങ്ക ശക്തമാണ്. വാസ്തവത്തിൽ ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല ഇത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹിന്ദുക്കളെയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം സൊസൈറ്റികളുള്ളതും ഏറ്റവും അധികം FCRA രജിസ്ട്രേഷൻ ഉള്ളതും ഹിന്ദു സംഘടനകൾക്കാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം വിദേശ ഫണ്ട് എത്തുന്നത് അമൃതാനന്ദമയി മഠത്തിലായിരിക്കാവും. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും വൈകാരികമായി പ്രതികരണം നടത്തുന്നത് ക്രൈസ്തവ സഭകളാണ്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മിക്ക ക്രൈസ്തവ സഭകളും അവരുടെ രൂപതകളും മറ്റു സംഘടനകളും വിദേശ ഫണ്ട് കൈപ്പറ്റുന്നവരാണ്. അവയൊക്കെ ഉപയോഗിക്കുന്നത് സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മോദി വന്നതിന് ശേഷം ഫണ്ട് ദുരുപയോഗിക്കാൻ ഓപ്ഷൻ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിനുപോലും കഴിയാത്ത വിധത്തിൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതോടെ സഭാ സമൂഹം ഒരുമിച്ച് രംഗത്തിറങ്ങുന്നു. ഇപ്പോൾ തന്നെ അവർ അസ്വസ്ഥരായിരുന്നു. സഭയുമായി ബന്ധമുള്ള
അനേകം FCRA ലൈസൻസുകൾ ഇതിനോടകം റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടന്നു വരുന്നതിനിടയിൽ ഒരിക്കൽ റദ്ദ് ചെയ്താൽ ആ ഫണ്ട് കൈപ്പറ്റിയ സ്ഥാപനങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ കഴിയും എന്ന് വന്നതോടെ വൈകാരിക വിഷയമായി മാറുന്നു. പള്ളി പോലും മോദി കൊണ്ടുപോകും എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നു. ഈ പ്രചരണത്തെ നേരിടാൻ BJPക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. പലരും പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് വിശദീകരിക്കാൻ. BJPയുടെ നേതാവായ പാലായിലെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ഒരാശങ്കയും വേണ്ട എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. FCRA നിയമ ഭേദഗതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ പടർത്തുന്ന വാർത്തയാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പുറത്തു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വിദേശത്തു നിന്നും ഇവിടുത്തെ NGOകൾ കൈപ്പറ്റുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭേദഗതി ആവശ്യമായി വരുന്നത്. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ള പ്രചരണം വരുന്നു. ക്രൈസ്തവ മതസ്ഥാപനങ്ങളെല്ലാം നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആകുലതകൾക്ക് ഒരു പ്രസക്തിയില്ല. ഏത് തരത്തിലുള്ള ആകുലതകളുണ്ടെങ്കിലും അത് തുറന്ന ചർച്ചയിലൂടെ പരിഹരിച്ചു മാത്രമേ മുമ്പോട്ട് പോകൂ. അതിന് BJP കൂടെയുണ്ട്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വളരെ അനുഭാവമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ വിദേശ പണം കൈപ്പറ്റുന്ന പല സ്ഥാപനങ്ങളും രാജ്യവിരുദ്ധമായ പല പണവും വരുന്ന NGOs ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ FCRA ഭേദഗതി നിയമം ആവശ്യമാണ്. അത് ഒരിക്കലും ഇവിടെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനത്തെയും ബാധിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയും. എന്നാൽ ഇതിലൊന്നും വിഷയം അഡ്രസ്സ് ചെയ്യാനോ പരിഹാരം നിർദ്ദേശിക്കാനോ കഴിയുന്നില്ല. എന്താണ് വിഷയം എന്ന് പോലും ആർക്കും വ്യക്തമായി മനസ്സിലാവുന്നില്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ സംഘപരിവാർ അനുയായികൾ കേന്ദ്ര സർക്കാരിന് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ രംഗം വഷളാവുകയാണ്. വിദേശ ഫണ്ട് അനധികൃതമായി എത്തുന്നതും ആ ഫണ്ട് ദുരുപയോഗിക്കുന്നതും തടയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ വിദേശ ഫണ്ട് ഒരിക്കൽ കൈപ്പറ്റി എന്നതിൻ്റെ പേരിൽ ലൈസൻസ് റദ്ദായാൽ ആ സ്ഥാപനം തന്നെ ഏറ്റെടുക്കണം തുടങ്ങിയ കാടൻ നിയമങ്ങൾ സംശയമുണ്ടാക്കും. മാത്രമല്ല ഈ നിയമത്തിന് മുൻകാല പ്രാബല്യവുമുണ്ട്. പുതുക്കാതിരിക്കുകയോ റദ്ദാവുകയോ ചെയ്താൽ നേരത്തെ മുതലുള്ള ആസ്തികൾ പോലും ഏറ്റെടുക്കാവുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ സംശയാസ്പദമായ കാര്യമാണ്. വിദേശ ഫണ്ടിനെ നിയന്ത്രിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ക്രൈസ്തവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. വാസ്തവത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഏറ്റവും അധികം കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ BJP ആണ്. പാലായിൽ വലിയ ചലനമുണ്ടാക്കി ഒരുപക്ഷെ വിജയിച്ചേക്കാം എന്ന സാഹചര്യം പോലും രൂപപ്പെട്ട BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജിൻ്റെ പ്രചരണം പോലും പ്രതിസന്ധിയിലാകുന്നു എന്നാണ് റിപ്പോർട്ട്. അത്ര വൈകാരികമായാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ഇടപെടുന്നത്. എല്ലാ സഭാപിതാക്കന്മാരും, അത് സീറോ മലബാർ സഭയായിക്കോട്ടെ, ലത്തീൻ സഭയായിക്കോട്ടെ, മാർത്തോമ സഭയായിക്കോട്ടെ, യാക്കോബ സഭയായിക്കോട്ടെ, മലങ്കര കത്തോലിക്ക സഭയായിക്കോട്ടെ, എല്ലാവരും വൈകാരികമായി തന്നെ രംഗത്തെത്തി. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി. ദീപികയിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇത് മാത്രമാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ആശയക്കുഴപ്പം തുടരുകയാണ്. വിദേശ ഫണ്ട് കൈപ്പറ്റുകയും അത് ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്താൽ അങ്ങനെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ ആസ്തി ഏറ്റെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുള്ള നിയമം ഇപ്പോൾ തന്നെയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ FCRA ലൈസൻസ് റദ്ദാവുകയോ അത് തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കുകയോ ചെയ്താൽ പോലും ഏത് ആസ്തിയും പിടിച്ചെടുക്കാം എന്നതാണ്. അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അങ്ങനെ വരുമ്പോൾ പള്ളികളും ആശുപത്രികളും പോലും സർക്കാർ നടത്തുന്ന സാഹചര്യം ഉണ്ടാവും. ശശി തരൂർ ഇതേക്കുറിച്ച് എഴുതിയൊരു കുറിപ്പ് ഇതിൻ്റെ ആശങ്കകൾ വ്യക്തമാക്കുന്നു. 2026 FCRA ഭേദഗതി ബില്ലിനെ കുറിച്ചും കേരളത്തിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമായി ഇന്ന് ഗൗരവമേറിയൊരു സംഭാഷണം നടത്തി. ലോക്സഭയിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ത്യയുടെ വിദേശ ഫണ്ടിംഗ് നിയമങ്ങളുടെ വലിയ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ആശുപത്രികൾ, എഡ്യൂക്കേഷൻ ട്രസ്റ്റുകൾ, സാമൂഹികക്ഷേമ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ ചരിത്രപരവും വിപുലവുമായ ശൃംഖലയുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കപ്പെട്ട ഈ മാറ്റങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിദേശ ഫണ്ട് ലഭിക്കുന്ന സംഘടനകളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം അഭൂതപൂർവമായ രീതികളിൽ പുതിയ ബിൽ കർശനമാക്കുന്നു. ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വഴിയുള്ള സ്വത്ത് കണ്ടുകെട്ടലാണ് ആദ്യത്തെ വിഷയം. ഒരു സംഘടനയുടെ വിദേശ ഫണ്ടുകളുടെയും ആ ഫണ്ടുകളിൽ നിന്ന് സൃഷ്ടിച്ച ഭൗതിക സ്വത്തുക്കളുടെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ അധികാരമുള്ള ഒരു കേന്ദ്ര അതോറിറ്റിക്ക് ബിൽ രൂപം നൽകുന്നു. ഒരു NGO FCRA ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്താൽ സർക്കാരിന് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ, അവ വിൽക്കാനും അതിൽ നിന്നുള്ള വരുമാനം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കഴിയും. 2 ഡീംഡ് സെസേഷൻ, യാന്ത്രികമായി റദ്ദാക്കൽ. ഒരു സംഘടന ലൈസൻസ് പുതുക്കുന്നതിനായി അപേക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അപേക്ഷ നിരസിക്കപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ FCRA രജിസ്ട്രേഷൻ യാന്ത്രികമായി അവസാനിക്കുന്നു.
ഇതോടെ ഏതെങ്കിലും വിദേശ ഫണ്ടുകളോ അതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളോ ഉപയോഗിക്കാനുള്ള അവകാശം അവർക്ക് ഉടനടി നഷ്ടപ്പെടും. 3. വർദ്ധിപ്പിച്ച വ്യക്തിഗത ബാധ്യത. നിയമപരമായ ബാധ്യത ഇപ്പോൾ മുഖ്യ ഭാരവാഹികൾക്കപ്പുറം എല്ലാ ഡയറക്ടർമാർക്കും, ട്രസ്റ്റികൾക്കും, ഭരണസമിതിയിലെ അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും ബാധകമാക്കുന്ന രീതിയിൽ വ്യാപിപ്പിക്കുന്നു. 4. ഫണ്ട് ഉപയോഗത്തിന് കർശനമായ സമയപരിധി. സംഭാവന സ്വീകരിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും സർക്കാർ കർശനമായ സമയപരിധി നിശ്ചയിക്കും. സംഘടനകൾ വിദേശ ഫണ്ടുകൾ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കുന്നത് തടയുന്നു. ഈ വ്യവസ്ഥകൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകൾ പ്രധാനമായും വിദേശ ഫണ്ടുകളെയും സംഭാവനകളെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ബിൽ അവരുടെ നിലനിൽപ്പിനും പ്രവർത്തനങ്ങൾക്കും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഭൗതിക സ്വത്തുക്കളുടെ സുരക്ഷിതത്വമില്ലായ്മ. പതിറ്റാണ്ടുകളെ പല രൂപതകളും സന്നദ്ധ സംഘടനകളും വിദേശ സഹായം ഉപയോഗിച്ച് വലിയ സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഡീംഡ് സെസേഷൻ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നീ വ്യവസ്ഥകൾ പ്രകാരം ലൈസൻസ് പുതുക്കുന്നതിലെ കാലതാമസമോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുന്നത് കാരണം ഈ പൈതൃക സ്വത്തുക്കൾ ഒറ്റ രാത്രി കൊണ്ട് നിയമപരമായി ഏറ്റെടുക്കാനും വിൽക്കാനും സർക്കാരിന് സാധിച്ചേക്കാം. മതപരിവർത്തനങ്ങളുടെ മേലുള്ള കർശന നിരീക്ഷണം. നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് നിയമം ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകൾ വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് നിർബന്ധിത മതപരിവർത്തന ആരോപണങ്ങൾ നിരന്തരം നേരിടുന്നതിനാൽ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് ലക്ഷ്യം വയ്ക്കുന്നതിനായി ഈ വ്യവസ്ഥ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമെന്ന് സഭാ നേതാക്കൾ ഭയപ്പെടുന്നു. സഭാ നേതൃത്വത്തിലുള്ള വ്യക്തിപരമായ അപകട സാധ്യത. ബാധ്യതകൾ കൂടുതൽ വിപുലീകരിച്ചതിനാൽ ജീവകാരുണ്യ ബോർഡുകൾ പ്രവർത്തിക്കുന്ന വൈദികർ, കന്യാസ്ത്രീകൾ, സമുദായ നേതാക്കൾ എന്നിവർ നേരിട്ടുള്ള നിയമപരവും സാമ്പത്തികവുമായ അപകട സാധ്യതകൾ നേരിടുന്നു. ഇത് നേതൃപരമായ പങ്കാളിത്തത്തിൽ നിന്ന് ഭയന്ന് പിന്തിരിയാൻ ആളുകളെ പ്രേരിപ്പിക്കും. പ്രവർത്തന സ്തംഭനം. സസ്പെൻഷൻ സമയത്ത് സർക്കാർ അനുമതിയില്ലാതെ വിദേശ ഫണ്ടിൽ നിന്ന് സൃഷ്ടിച്ച സ്വത്തുക്കൾ വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ ഒരു സംഘടനയെ കർശനമായി വിലക്കുന്നു. ഈ സ്വത്തുക്കളെ ആശ്രയിക്കുന്ന കേരളത്തിലെ ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സസ്പെൻഷൻ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഉടനടി മരവിപ്പിച്ചേക്കും. ഇവ വളരെ ഗൗരവമേറിയ ആശങ്കകളാണ്. ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ FCR ലൈസൻസ് പുതിയ ചട്ടക്കൂടിന് കീഴിൽ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്താൽ നിയമപരമായ മാർഗങ്ങൾ വളരെ പരിമിതവും പ്രധാനമായും കോടതിയെ ആശ്രയിച്ചുമാണ്. സ്വത്ത് പിടിച്ചെടുക്കലിനെതിരെ കോടതിയിൽ വെല്ലുവിളി. ഡിസിഗ്നേറ്റഡ് അതോറിറ്റി ഒരു സ്ഥാപനത്തിന്റെ സ്വത്തുകൾ താൽക്കാലികമായോ സ്ഥിരമായോ പിരിച്ചെടുക്കുകയാണെങ്കിൽ ആ തീരുമാനങ്ങൾ വെല്ലുവിളിക്കാൻ കോടതി മാത്രമാണ് മാർഗമെന്ന് ബിൽ വ്യക്തമാക്കുന്നു. സ്വതന്ത്രമായ ഒരു FCR അപ്പീൽ ട്രൈബ്യൂണൽ ബിൽ സ്ഥാപിക്കുന്നില്ല. വിശദാംശങ്ങൾ പിന്നീട് എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ വഴി നിശ്ചയിക്കപ്പെടും. ഇതിലൂടെ NGOകൾ സാധാരണ കോടതിയിൽ പോകേണ്ട അവസ്ഥയാകും. എന്തായാലും ശശി തരൂരിന്റെ കുറിപ്പ് ഈ വിഷയത്തിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. BJP നേതാക്കൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും തൃപ്തികരമായി ഇതിനൊരു മറുപടി പറയാനോ ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്ന് വിജയസാധ്യത അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്തിനെന്ന് വിശദീകരിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കുകയാണ്.